Hello learners, UGC Net മാനേജ്മെന്റിലെ മാർക്കറ്റിംഗ് ഏരിയയിൽ ടൈപ്സ് ഓഫ് റീറ്റെയിലർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ഇന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹ്യൂജ് സ്റ്റോഴ്സ് ദാറ്റ് കമ്പൈൻ സൂപ്പർ മാർക്കറ്റ്, ഡിസ്കൗണ്ട് ആൻഡ് വെയർഹൗസ് റീറ്റെയിലിംഗ് ആർ കോൾഡ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലെ കണ്ടീഷൻസ് കണ്ടോ? സ്റ്റോറിന്റെ വലിപ്പം വലുതായിരിക്കണം, ദെൻ അത് സൂപ്പർ മാർക്കറ്റ്, ഡിസ്കൗണ്ട് ആൻഡ് വെയർഹൗസ് റീറ്റെയിലിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു റീറ്റെയിലർ ഏതാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഡിസ്കൗണ്ട് സ്റ്റോർ, കാറ്റഗറി കില്ലർ, ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഓഫ് പ്രൈസ് റീറ്റെയിലർ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ഡിസ്കൗണ്ട് സ്റ്റോർ എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റിൽ മറ്റ് റീറ്റെയിലേഴ്സ് കൊടുക്കുന്നതിനേക്കാളും പ്രോഡക്ട്സ് വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലേഴ്സ് ആണ് ഡിസ്കൗണ്ട് സ്റ്റോർ. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ദെൻ കംസ് കാറ്റഗറി കില്ലർ. എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡെക്കാത്തലോൺ. നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു സ്പോർട്സ് ഐറ്റം മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു ഓപ്ഷൻ ഡെക്കാത്തലോൺ ആണ് അല്ലേ? അല്ലെങ്കിൽ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു പേര് ഐക്കിയാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പ്രോഡക്റ്റ് കാറ്റഗറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു റീറ്റെയിലർ ആണ് കാറ്റഗറി കില്ലർ. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. ദെൻ ഓഫ് പ്രൈസ് റീറ്റെയിലർ എന്താണ്? നമ്മൾ ഇടുക്കി, മൂന്നാർ അങ്ങോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീ ഫാക്ടറിയോട് ചേർന്ന് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? എന്താണ് അവിടെ ചെയ്യുന്നത്? വില കുറച്ച് കൊടുക്കുവാണ് അല്ലേ? അപ്പോൾ ഒരു പ്രൈസ് കുറച്ച് കൊടുക്കുവാണ്. അതാണ് ഓഫ് പ്രൈസ് റീറ്റെയിലർ. ഫാക്ടറി ഔട്ട്ലെറ്റ് ഒക്കെ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ദെൻ കംസ് ഹൈപ്പർ മാർക്കറ്റ്. ലുലു. ഹൈപ്പർ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ലേ? സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് സ്റ്റോർ ഉണ്ട്, വെയർഹൗസ് റീറ്റെയിലിംഗ് ഉണ്ട്, സ്റ്റോറിന്റെ വലിപ്പവും വലുതാണ്. അങ്ങനെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈപ്പർ മാർക്കറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്